ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാർ ഷോ ആണ്. ഇത് അമേരിക്കൻ മസിൽ കാർസിൻ്റെ ഒരു ഷോ ആണ്. ഈ ഇവൻ്റ് നടക്കുന്നത് ഈസ്റ്റ് ഓക്ലൻഡിലെ ഹോവിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാനും നമ്മുടെ ഉണ്ണിയും കൂടിയിട്ട് ഈ പരിപാടി കാണാൻ വന്നു. വന്നപ്പോൾ തന്നെ കുറേ വണ്ടികൾ റോട്ടിൽ കൂടെ പോണത് കണ്ടു. പഴയ കാറുകൾ നല്ലയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കണ്ടാൽ തന്നെ കൊതിയാവും കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് മിനി കൂപ്പർ. പുതിയ മോഡലല്ല, പഴയ മോഡൽ. അതിൻ്റെ നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഹോവിക്ക് വില്ലേജാണ്. വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നത്. ഈ വില്ലേജിൽ കൂടിയുള്ള മെയിൻ റോഡാണ്. അപ്പോൾ ആ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെയാണ് ഈ കാർ ഷോ അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മളെ കണ്ട വണ്ടി എന്നൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന വണ്ടിയാണ്. ഒരു ഐഡിയ ഇല്ല അതിൻ്റെ പേരും തൊട്ടാണ്. പിന്നെ ഈ കിടക്കുന്നത് തണ്ടർ ബേർഡ് എന്ന് പറഞ്ഞ മോഡലാണ്. അതിനുശേഷം നമ്മൾ കണ്ടു നിൽക്കാൻ ഈ ഹോൾഡൻ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഹോൾഡൻ എന്ന് വെക്കാൻ കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ഇത് പഴയ ഒരു ഹോൾഡൻ്റെ മസിൽ കാറാണ്. ഇതിൻ്റെ ടയർ കണ്ടില്ല, ഇത് റെട്രോ ടൈപ്പ് ടയേഴ്സാണ്. ഇത് നമ്മുടെ അടുത്തൊരു ഫേവറേറ്റ് വണ്ടി ഷെൽബി. മസ്റ്റാങ് എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷേ ഷെൽബി ഇത് കയറ്റിയിട്ടുള്ള എൻജിൻ ഇതാക്കിയിട്ടുള്ള വണ്ടി എനിക്കിഷ്ടമാണ്. ഒന്നും കൂടിയും പവേർഡ് വണ്ടിയാണല്ലോ. ഷെൽബിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് കണ്ടാൽ മതി. അപ്പം അറിയാം ഷെൽബി ആരാന്ന്. അതെൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേവറേറ്റ് മൂവിയാണത്. ഈ വണ്ടീൻ്റെ ബാക്കൊക്കെ നോക്കുമ്പോൾ റോക്കറ്റിൻ്റെ പോലെയുണ്ട്. ഇത് പോണ്ടിയാക്കാണ്. ആ വണ്ടിയുടെ മുകളിൽ ബീച്ച് ഹോപ്പ് എന്ന് എഴുതിയിട്ട് കാണാം. അത് ഇതുപോലെ ഒരു റെട്രോ കാറുകളുടെ ഒരു ക്ലബ്ബാണത്. പല വണ്ടിയുടെ മുകളിലും ബീച്ച് ഹോപ്പ് എന്ന് കാണാം. അപ്പോൾ ആ കാറൊക്കെ അതിലത്തെ മെമ്പേഴ്സിൻ്റെ വണ്ടികളാണ്. അങ്ങനെ ഒരുപാട് വണ്ടികളുടെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും അറിയണ കാറുകളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതൊരു വോൾസ് വാഗൻ്റെ വണ്ടിയാണ്. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇലക്ട്രിക്കാണെന്ന് തോന്നിയത്, പക്ഷേ പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ അത് മെക്കാനിക്കൽ വണ്ടി തന്നെയാണെന്ന് മനസ്സിലായത്. ഇത് കണ്ട, അതൊക്കെ പെശക് സാധനങ്ങളാണ്. ഈ കിടക്കുന്നത് കോർവെറ്റിൻ്റെ സ്റ്റിംഗറാണ്. ഇത് ഫോർഡിൻ്റെ ഒക്കെ ഏതൊരു വണ്ടിയാണ്. F100 എന്ന് പറഞ്ഞൊരു മോഡൽ. ഷെവർലേറെ സാധനം. അടുത്ത ഫോർഡ്. ഇതിൻ്റെ പെയിൻറ് വർക്ക് കാണാൻ നല്ല ചന്തണ്ടായിരുന്നു ഈ വണ്ടിയുടെ. ഈ കിടക്കണ വണ്ടി F85 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഓൾസ് മൊബൈൽ എന്ന് പറഞ്ഞൊരു ഒരു ബ്രാൻഡ് ഉണ്ട്, അതിൻ്റെ ഒരു മോഡലാണിത്. ഇതൊരു 6 സിലിണ്ടറിൻ്റെ BMW പഴയ മോഡൽ 72 മോഡൽ സാധനമാണ്. അന്നത്തെ കാലത്ത് തന്നെ 200 ഹോഴ്സ് പവർ ഉണ്ട്. സാധനം അത്യാവശ്യം പുലി സാധനമാണ്. ഇതൊരു 69 മോഡൽ മസ്റ്റാങ് ആണ്, 8 സിലിണ്ടർ തന്നെ. പക്ഷെ ഇതിൻ്റെ എൻജിൻ ബേ ഒക്കെ കണ്ടില്ലേ, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഈ എൻജിൻ എല്ലാവർക്കും മനസ്സിലായ ഇത് ചെഗു വണ്ടിയുടെ ഒരു എൻജിനാണ്. ഇത് ചാർജറിൻ്റെ എൻജിനാണ്, പഴയ ചാർജറിൻ്റെ. ഈ മോഡൽ ചാർജർ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മോഡലാണ്. അതിൻ്റെ ബാക്ക് ഉണ്ടായിരുന്നു, എന്താ ഭംഗി സാധനം, കാലൊക്കെ തോന്നത്. ഈ കിടക്കുന്നത് ചാലഞ്ചറാണ്. പഴയ ചാലഞ്ചറും പുതിയ ചാലഞ്ചറും ഓൾമോസ്റ്റ് സെയിം തന്നെ ഷേപ്പ് കണ്ട. ഈ കിടക്കുന്നത് ഏതാണെന്ന് മനസ്സിലായില്ല, പക്ഷേ കലക്കം സാധനം. സ്കെലിട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് കാണാനും നല്ല ചന്തണ്ടായിരുന്നു. ഈ കിടക്കുന്നതൊക്കെ ഷെവർലേറെ വണ്ടികളാണ്.
ഇതിൻ്റെ ഇടയിൽ ഒരു ബോട്ടും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ വണ്ടിയുടെ പെയിൻറ്റ്, പിന്നെ ഈ വണ്ടിയുടെ പെയിൻറ്റ് അടിപൊളിയാണ്. പിന്നെ അതേപോലെ ഈ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുള്ള ഈ മോഡൽ സാധനം, ഇതും നല്ല സ്റ്റൈൽ ഉണ്ടാകുന്നതാണ്. നല്ല പെയിൻറ് വർക്ക് അവർ ചെയ്തിട്ടുണ്ടാകും ഈ വണ്ടിക്ക്. ഈ വണ്ടി മൊത്തം പെയിൻറ് വർക്ക് കണ്ടില്ല, നല്ല അടിപൊളിയാണ്. പഴയ കാറുകൾ നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെവർലെ, ഫോർഡ്, ഡോഡ്ജ് ഒക്കെയാണ് വണ്ടികൾ. ഈ ഫുള്ള് ബ്ലാക്ക് ആൻഡ് ചെയ്ത് കിടക്കുന്ന വണ്ടി വല്ലവർക്കും മനസ്സിലായി, അത് കെമേറോ പഴയ കെമേറോ. ഇതൊക്കെ എടുക്കണം. അടുത്ത പഴയ ഷെൽബി, അതിഭംഗിയായിരുന്നു ഈ വണ്ടി കാണാൻ. കണ്ട എൻ്റെ ചന്തം. Okay, start your engines. Is Correctamundo. Here we go. ഈ കിടക്കുന്നത് പോണ്ടിയാക്കിൻ്റെ ട്രാൻസാം എന്ന് പറഞ്ഞ മോഡലാണ്, ഫയർ ബേർഡ്. ഇത് പ്രൊഡക്ഷൻ നിർത്താറായ കാലത്തുള്ള ഒരു പുതിയ മോഡലാണ്. നല്ലൊക്കെ വേണം. ഷെവർലെ, ഫോർഡ്, ഡോഡ്ജ്, പോണ്ടിയാക്ക്, പിന്നെ ഇതാ പ്ലൈമൂത്തിൻ്റെ ഒക്കെ ചില വണ്ടി ഇല്ല ഞാൻ കണ്ടിട്ടുണ്ടായി, പറഞ്ഞുതരാം. ഇത് പഴയ നമ്മളെ ഗ്രാമഫോണിൽ വെക്കുന്ന ഡിസ്ക് ഇല്ലേ, ആ സാധനമാണ്. അതിൻ്റെ കാസറ്റിൻ്റെ കടയാണത്. ഇത് നല്ല ഒരു അടിപൊളി വണ്ടി മസ്റ്റാങ്. ഇത് ഷെവർലി എന്ന് പറഞ്ഞ വണ്ടിയാണത്. ഇതൊരു 1.5 സാധനം. പഴയൊരു വാനുണ്ട് ഫോർഡിൻ്റെ, ഇംപാല, ഷെവർലെ ഇംപാല. നമ്മൾ പഴയകാലത്തെ മലയാളം സിനിമകളിലൊക്കെ ഉണ്ട് ഇംപാല. ഷെവർലെ ഇംപാല കാലൊക്കെ സാധനം. നമ്മൾ ബീറ്റിൽ കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഷോയിൽ. പിന്നെ ഞാൻ ഹോട്ട് റോഡൊന്നും കണ്ടില്ല. കഴിഞ്ഞ വർഷം ഞാനൊരു ഷോയ്ക്ക് പോയപ്പോൾ അവിടെ അതിൽ ഹോട്ട് റോഡ് തന്നെ കണ്ടിട്ടുണ്ട്. ഈ വണ്ടിയുടെ ടയറാണ്, ഒരു രക്ഷയില്ലാത്ത ടയറാണ്. കുറച്ചങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് വെക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ക്ലബ് മെമ്പേഴ്സാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ. ഇവിടെ ഒരു ഡാൻസ് നടക്കുന്നുണ്ടാവും, ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ. ഇവരൊക്കെ അന്നത്തെ കാലത്തെ ഹീറോസ് അല്ലേ. ഇന്നും അവർക്ക് അവരുടെ ഏജ് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള പോലെയാണ് അവരുടെ ഡാൻസിങ്ങും കാര്യങ്ങളും. ആ നിൽക്കണ ചങ്ങാതിനെ കണ്ടില്ലേ? എൽവിസ് പ്രസ്ലിയുടെ കോസ്റ്റ്യൂം കണ്ടില്ല? ഈ 3 ലേഡീസ് പോസ് ചെയ്യില്ലേ, അതിൻ്റെ ബാക്കിൽ കിടക്കണത്
ചാർജറാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ബോഡി ഷേപ്പ് കണ്ട, അത് വെച്ചിട്ടാണ് മനസ്സിലായത് ചാർജർ. So here we go. Play today, and hopefully, I'm pretty sure this will inspire them to do something with these cars in the near future and keep that whole car culture. ചങ്ങാതി So without further എൽവിസ് പ്രസ്ലിയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. we have two ഭാര ലുക്കായിരുന്നു പുള്ളിനെ കാണാൻ. for People's Choice Best in Show, and that goes to രക്ഷയില്ലാത്ത കോസ്റ്റ്യൂമായിരുന്നു. that'll work. That goes to the 69 Mustang of Will Neal, number 86. അതൊരു പഴയ പ്യുവർ അമേരിക്കൻ പോലീസ് കാറാണ് ഈ കിടക്കുന്നത്. ഫുൾ വർക്കിംഗ് കാറാട്ടത്. പോലീസ് എല്ലാ സിസ്റ്റംസ് എല്ലാം അതുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ കാറിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുൾ പോലീസിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഈ വണ്ടിയുടെ കളറ് ഒരു രക്ഷയില്ലാത്ത കളറാണ്. കളറും വീൽസും അടിപൊളിയാണ്. കാഡിലാക്ക് കിടക്കുന്നുണ്ട്. Number 99, a Volkswagen Type 3 Squareback by Joel Gibbons. So if Joel Gibbons could come on down here, I've got a optometrist who's going to give us... ഇതിൻ്റെ സൈഡിൽ പിന്നെ വേറെ കുറച്ച് എന്തൊട്ടാ പറയുക, സ്കൂട്ടർ പോലത്തെ ഓരോ വണ്ടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ളതുണ്ട്. You can do it now because it's going to be a rush. I think because she's wonderful. She's sitting in the square up the top there. So if you've seen her already. Who's had a good time today? അടുത്ത സ്റ്റിംഗറേ എടുക്കണത്. അതൊക്കെ എടുക്കണം. എൻ്റെ അടുത്തൊരു ഫേവറേറ്റ് മോഡൽ കോബ്ര. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണത് കോബ്ര, ഷെൽബി കോബ്ര. ആ സിഗ്നേച്ചർ കണ്ട, ആ സിഗ്നേച്ചറാണ് വൺ ആൻഡ് ഓൺലി ലെജൻഡ് കാരോൾ ഷെൽബിയുടെ സിഗ്നേച്ചർ. ഇൻറ്റീരിയറൊക്കെ കണ്ടില്ലേ, മരമാണ്, മരം. ഈ ഷോയിൽ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് വണ്ടി എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. എൻ്റെ സൈഡിലത്തെ സൈലൻസർ, ടയറിൻ്റെ ഒക്കെ വണ്ണം കാണാം. അടിയിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വണ്ടി ഇങ്ങനെ നിലത്ത് ഒട്ടിയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു, ഒട്ടിയിട്ട്. ചെറിയ വണ്ടിയാണ്, വളരെ കുഞ്ഞി വണ്ടി. അപ്പോൾ V8 ആണ്, ഒക്കെ V8 സാധനങ്ങളതൊക്കെ. പിന്നെ ഈ കിടക്കുന്ന ഫോർഡ് കണ്ട, ഒരു പഴയ ഫോർഡാണ്, പക്ഷേ ഒരു രക്ഷയില്ലാണ്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാനപ്പോൾ കാണിച്ച കോർവെറ്റിൻ്റെ സ്റ്റിംഗ്രേയുടെ ബാക്കാണ്. ഈ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫോർഡിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ ഈ ഒരു പീസ് തുറന്നു കഴിഞ്ഞാൽ സീറ്റ് ഉണ്ട്, ബെഞ്ച് സീറ്റ് ബാക്കിൽ. എഞ്ചിനൊക്കെ കണ്ടില്ല, വെട്ടി തിളങ്ങുക. അടുത്തത് ഈ യെല്ലോ ബ്ലൂ പെയിൻറ് വർക്ക് നല്ല അടിപൊളിയുണ്ട്. ഈ കിടക്കുന്ന വണ്ടിയുടെ എൻജിൻ കണ്ടില്ലേ, ഈ കാണുന്നതാണ് സൂപ്പർ ചാർജ്ഡ് എൻജിൻ. എൻജിൻ്റെ മുകളിൽ വേറൊരു പീസ് ഘടിപ്പിച്ചിരിക്കുകയാണ് ബെൽറ്റ് വെച്ചിട്ട്. അതാണ് സൂപ്പർ ചാർജർ. ആ സാധനം എൻജിൻ്റെ ബൂസ്റ്റ് കൂട്ടും. അതാണ് സൂപ്പർ ചാർജർ എൻജിൻ എന്നൊക്കെ പറയില്ല. അതാണ് പശക് സാധനം, ഒന്നും പറയാല്ല ഇതിനൊക്കെ. ഈ കിടക്കുന്ന വണ്ടി ബ്യൂക്കിൻ്റെ വണ്ടിയാണ്, ബ്യൂക്ക്. പഴയ കാലത്തെ ബെൻസ് എന്നൊക്കെ പറയില്ല, ബെൻസ് അന്നും ഉണ്ടില്ല എന്നല്ല പറയണത്, ലക്ഷറി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളത് ബ്യൂക്ക്. ഇതൊക്കെ എടുക്കുന്നത് പ്ലൈമൂത്ത് റോഡ് റണ്ണർ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയുടെ സൈഡിലത്തെ സ്റ്റിക്കർ വർക്ക് കണ്ട, ഒരു പഴയ കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു റോഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ട്. അത് ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇതാണ്. ഇത് ഈ വണ്ടിയിലത്തെ സ്റ്റിക്കറാണിത് ആക്ച്വലി. പ്ലൈമൂത്തിൽ എൻ്റെ ഫേവറേറ്റ് എന്നൊക്കെ GTX എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതൊരു 1.5 സാധനം. അടുത്ത ഫോർഡിൻ്റെ ട്രക്ക്. ചുവപ്പ് വണ്ടി, ഒരു രക്ഷയില്ലാത്ത വണ്ടി. വണ്ടിയിലൊന്നും എനിക്കറിയില്ല റോഡ് സ്റ്റാർ എന്ന് എഴുതിയിട്ടത്.
ഈ വണ്ടി കണ്ടില്ലേ, ഇതൊരു 1.5 വണ്ടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഷേപ്പും ആ ബാക്കിലത്തെ ടയർ കണ്ട അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ പെയിൻറ് വർക്കും ഭയങ്കര നീളവും വീതിയുള്ള വണ്ടിയാണത്. ഇതൊക്കെ എടുക്കുന്നത് അടുത്ത പെശക് സാധനം പോണ്ടിയാക്കിൻ്റെ GTO. ഒക്കെ ഓൾ ടൈം പെശക് കാറുകളാണ്. ചോപ്പ GTO. അത് കഴിഞ്ഞിട്ട് വേറൊരെണ്ണം കിടക്കുന്നു, അടുത്ത GTO ബ്ലൂ. ഈ കിടക്കുന്നത് GMCയുടെ ട്രക്കാണ്, പഴയ മോഡൽ. പിന്നെ ഇത് ഫോർഡ് ഫെയർലൈൻ. റൈറ്റിൽ കിടക്കുന്നത് ബെൽഫെയർ എന്ന് പറഞ്ഞ മോഡലാണ്, കാഡിലാക്കിൻ്റെ. ഈ മോഡലൊന്നും നമുക്കറിയില്ല. പിന്നെ ബീറ്റിൽ അപ്പുറത്ത് ഇതൊരു എനിക്ക് തോന്നുന്നു വേൾഡ് വാർ 1 2 അങ്ങനെ ഏതോ ടൈമിൽ യൂസ് ചെയ്ത വണ്ടിയാണ് ഈ കിടക്കുന്നത്. വോൾസ് വാഗനാന്ന് തോന്നുന്നുണ്ട്. ടൈപ്പ് 82 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വോൾസ് വാഗൻ്റെ പഴയ ടൈപ്പ് വാനുകൾ. ഇതൊക്കെ എടുക്കണം എൻ്റെ അടുത്ത ഫേവറേറ്റ് മോഡൽ വണ്ടികളാണ്. ഇത് വണ്ടികൾക്കല്ല പ്രധാനം, ഈ വണ്ടികളുടെ എൻജിനാണ് പ്രധാനം. ഈ വണ്ടി ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഇത് ടൊയോട്ടയുടെ കൊറോളയാണ്, പഴയ കൊറോള. എടുക്കുന്നത് മസ്ഡേറെ RX3 എന്ന് പറഞ്ഞ മോഡലാണ്. ഓരോ റോട്ടറി എഞ്ചിൻ്റെ രാജാക്കന്മാരാണ് അവർ. ഈ ഇപ്പം കാണുന്ന എഞ്ചിൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ RX3യുടെ ഉള്ളിൽ കിടക്കണതാണ് കണ്ടത്. ഇതുവരെ റോട്ടറി എഞ്ചിൻ മസ്ഡ് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സ്വാപ്പ് ചെയ്തിട്ടുള്ളതാണ് വണ്ടിയിൽ. കണ്ടോ, ഇത് അടുത്ത റോട്ടറി എഞ്ചിൻ. ഈ റോട്ടറി എഞ്ചിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ഉണ്ടാവും. ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് റോട്ടർ. അതിങ്ങനെ സ്പിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്രോളും പിന്നെ കമ്പഷന് വേണ്ടിയിട്ട് സ്പാർക്കും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടാണ് ആ റോട്ടർ കിടന്ന് സ്പിൻ ചെയ്യുക. ഈ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എഞ്ചിന് ഇത്തിരി കംപ്ലൈൻ്റ് ഉള്ള സാധനമാണ്, പക്ഷെ ഭയങ്കര പെർഫോമൻസ് ആണ് ഈ എഞ്ചിൻ. മസ്ഡയാണ് മെയിനായിട്ട് ഈ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മസ്ഡയുടെ RX3 ആണ് ഈ കിടക്കുന്നത്. Foxtail Rumble. Brother John was rocking. Don't ride away. Right over my feet. Just as me. അതിൻ്റെ ബാക്കിലായിട്ട് നോക്കിയപ്പോൾ ഒരു ഷോപ്പിൽ ഇങ്ങനെ കുറച്ച് കാറുകളുടെ മോഡൽസ് വെച്ചു. ഇവിടെ ഒരു 3 ചക്രമുള്ള ബൈക്ക് ഇരിക്കുന്നുണ്ടാവും. വലിയ എഞ്ചിനാണ് ബാക്കിൽ. PW എന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല വോൾസ് വാഗൻ്റെ എഞ്ചിനാണോ അതെനിക്കറിയില്ല. ഈ കാറ് കണ്ട, ഇത് വോൾസ് വാഗൻ എഴുതിയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാറ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു നായ്ക്കുട്ടീനും കണ്ടു. അത് ഞാൻ ജസ്റ്റ് എടുത്തത്. വോൾസ് വാഗൻ്റെ കാറ് കണ്ടു. അതിൻ്റെ ലുക്കൊക്കെ അതിൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇത് ഹോൾഡൻ്റെ വണ്ടിയാണ്. ഹോൾഡൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ കാറ് ഞാൻ പറഞ്ഞില്ല ആദ്യമേ സ്റ്റാർട്ടിങ് ഓഫ് ദ വീഡിയോ ഞാൻ പറഞ്ഞു ഹോൾഡൻ. അത് ഹോൾഡൻ്റെ കാറാണ്. ഹോൾഡൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കൊമഡോർ. അപ്പോൾ ഈ കൊമഡോറിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ട് അവർ ഇറക്കിയിട്ടുള്ള മോഡലാണ് ക്ലബ് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹെവി സാധനമാണ്. ഈ വണ്ടി ഏകദേശം ഒരു 450 തൊട്ടിട്ട് 500 ഹോഴ്സ് പവർ ഉണ്ട്. പവർ കാലം ഒരു രക്ഷയില്ലാത്ത മുതലാണ്. ഈ
ഈ കിടക്കുന്ന മഞ്ഞക്കാർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വോൾസ് വാഗൻ്റെ വണ്ടിയാണ്. ഇത് സ്റ്റിംഗ്രേ. അതൊക്കെ എടുക്കുന്നത് ഒരു ലേറ്റസ്റ്റ് മോഡൽ മസ്റ്റാങ് ആണ്. ഇത് ബെൽഫെയർ എന്ന് പറഞ്ഞ വണ്ടി, ഷെവർലേര, പഴയ രാജാക്കന്മാരാ. ഇത് ഷെവല്ലി, നല്ല വണ്ടിയോ. ഇത് ബെൽഫെയറിൻ്റെ ഉൾഭാഗമാണ്. എൻജിൻ ബേ. ഈ മസ്റ്റാങ്ങിൻ്റെ സ്പെക്കാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ വണ്ടിക്ക് എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. 2025 കാർ ഷോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എടുക്കുന്നത് ചാർജറാന്ന് തോന്നുന്നുണ്ട്. ചാർജറാ അതോ കെമേറാന്ന് തോന്നുന്നു. അടുത്ത രാജാവ് എടുക്കുന്നത് പോണ്ടിയാക് GTO. അതിൻ്റെ ഹോഴ്സ് പവർ കണ്ടില്ലേ, 815 ഹോഴ്സ് പവറാണ് ഈ സാധനത്തിൻ്റെ. രാജാവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രാജാവാണ് അവൻ മസിൽ കാറിൽ. ഷോ കഴിഞ്ഞിട്ട് ഇപ്പം പോകുമ്പോൾ എന്താ അറിയുമെന്ന് അറിയേണ്ട സമയത്ത്. ബ്ലാക്കാ. ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, ഒക്കെ എടുക്കേണ്ട ഒരു ചോപ്പ് ഇതിൽ കണ്ട. നൈട്രസ് ആണ്. NOS നീഡ് ഫോർ സ്പീഡ് കളിച്ചുള്ളവർക്കൊക്കെ അറിയാത്. ബൂസ്റ്റ് ചെയ്യണ സാധനമാണ്. രാജാവ് എന്നൊക്കെ ചോദിക്കാൻ ഇതാണ് രാജാവ്. ഈ എടുക്കുന്നത് ടൊറാന SLR 5000 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു ഹോൾഡൻ്റെ വണ്ടിയാണ്. ഹോൾഡൻ എന്നൊക്കെ വെച്ചാൽ ആദ്യം മെൻഷൻ ചെയ്തില്ല, ഓസ്ട്രേലിയൻ കമ്പനിയാണ്. കലക്കം സാധനം. ഈ കിടക്കുന്നത് ഷെവർലേരെ വണ്ടിയാണ്. എൻകോ SC. ബ്യൂക്ക്, ഫയർബാഡ്, പോണ്ടിയാക് ഫയർബാഡ്. ഇതവിടെ ഒരു ക്ലാസ് കാറ് കിടക്കുന്നുണ്ട്. ഇത് BMW E30 M3 ആണ് ഈ മോഡൽ. ഞാനൊരു BMW ഫാനല്ല, പക്ഷേ ഇവൻ സ്പെഷ്യലാണ്. ഈ വണ്ടി ഭയങ്കര പ്രൈസാണ്. വിൽക്കാനിട്ട് കഴിഞ്ഞാലും നല്ല പ്രൈസ് ഈ വണ്ടിക്ക് കിട്ടും. റയർ വണ്ടിയാണ് അതൊക്കെ. 4 സിലിണ്ടറാണ്. എംപവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ അങ്ങനത്തെ വണ്ടിയാണത്. സ്പെഷ്യലാണ്. പിന്നെ ഇത് മോഡിഫൈ ചെയ്തതൊന്നുമല്ല, ഇതൊക്കെ സ്റ്റോക്കാണ്. പെയിൻറ് നല്ല കളറാണ്. കണ്ട അതിൻ്റെ സൈഡ് പാനൽ, സൈഡ് ഫെൻഡർ നിൽക്കണത്. ഇതൊരു പഴയ പോർഷെ 911 ആണ്. ഞാൻ പോർഷയുടെ ഒരു ഫാനല്ല, എടുത്തൂന്ന് മാത്രം. ഇതൊരു നല്ല വണ്ടിയാണ്. S2000 എന്ന് പറഞ്ഞ മോഡലാണ്. മസ്ഡാര മിയാട്ട എന്ന് പറഞ്ഞ മോഡല് ലോകത്തിൽ തന്നെ ഭയങ്കര ഹിറ്റായ ഒരു മോഡലാണ്. ആ മിയാട്ടയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് ഹോണ്ടക്കാർ ഇറക്കിയ വണ്ടിയാണ് S2000. നല്ല വണ്ടിയാണ്, കോമ്പാക്റ്റ് വണ്ടിയാണ്. ഡ്രൈവ് ചെയ്യാനും വളരെ നല്ല ഒരു ഇതായിട്ടുള്ള വണ്ടിയാണ്. ടോസ് ചെയ്ത് ഓടിക്കാന്ന് പറയില്ലേ, അതിനുള്ള അങ്ങനത്തെ വണ്ടി. ഇവിടെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്, പേരൊന്നും അറിയില്ല. ഫോർഡിൻ്റെ ട്രക്കാണ്. കുറേ നടന്നപ്പോൾ നമ്മൾ ഉണ്ണിക്കാകെ ക്ഷീണിച്ചു. അപ്പോൾ അവൻ ഐസ്ക്രീം വാങ്ങാൻ ഈ സൈഡിലേക്ക് വന്നു. ഈ സൈഡിലേക്ക് വന്നപ്പോഴാണ് ഈ സൈഡിൽ കുറേ മിനി കൂപ്പറുകൾ ഇങ്ങനെ വരിയായിട്ട് കിടക്കും. അപ്പോഴേക്കും നമ്മൾ ഷോ അവസാനിച്ചിട്ട് വണ്ടികളൊക്കെ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റയർ മിനിയാണ്, റയർ മിനി കൂപ്പറാണ്. അപ്പോൾ യെല്ലോ ഇത് കണ്ടില്ലേ, ഈ മോഡൽ മിനി ബ്ലാക്ക്. ഇങ്ങനത്തെ മിനി കൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയ കാറും ഇതൊന്നും തീരെ ഇഷ്ടമല്ല. S2000 ഫോർഡിൻ്റെ ട്രക്ക്. നമ്മളുണ്ണി ഐസ്ക്രീം തിന്നുണ്ട് അതിൻ്റെ ഇടയിൽ.
Porsche 911, E30 M3. കാണാൻ നല്ല ചന്തള്ള വണ്ടിയാണ്. ഇത് ഷെവർലേറെ കെമേറോ ആണ്. ഈ സാധനം ഞാൻ മിസ്സായി. അപ്പോഴേക്കും ഇവിടെ കോർവെറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു. പെണ്ണ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ വേൾഡ് വാർ മോഡൽ വണ്ടി. പോണ്ടിയാക്ക് ഫയർ ബേർഡ്. ഈ വണ്ടി എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഏതാന്ന് പോണ വണ്ടി. ഇത് ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. ഏതാന്ന് എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല. കിടക്കണം കാണാൻ നല്ല സ്റ്റൈലസാണ്. പോണ് നമ്മളെ ഗാലക്സി ബോർഡിൻ്റെ പ്രത്യേക ലുക്ക് തന്നെയാണ്. വെൽഫെയർ, വോൾസ്വാഗൻ, ഏതാണെന്ന് മനസ്സിലായില്ല. ഷെവർലേറെ ഷെവല്ലി എന്നുണ്ട്. ഷെവല്ലി ഇതേ പോണ് നമ്മളുടെ ക്ലബ് സ്പോർട്ട് ഹോൾഡൻ്റെ R8. എന്താ അവൻ്റെ സൗണ്ട്. ഓ, എൻ്റെ ഫേവറേറ്റ് വണ്ടി ഞാൻ മിസ് ചെയ്തു. വരണത് എടുക്കാൻ പറ്റിയില്ല. കോബ്ര, സ്റ്റിംഗ്-റേ. ഇത് എനിക്ക് തോന്നുന്നു ഫെയർലൈൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിന് ബാക്കിൽ നമ്മളെ ഇതുണ്ട്, ക്യാബിൻ ടൈപ്പ്. ഒരു രക്ഷയില്ല. വണ്ടിയുടെ സൗണ്ടുകളാണ്. ഇതേ പോണ് നമ്മുടെ പ്ലൈമൂത്ത് റോഡ് റണ്ണർ. രാജകീയ വണ്ടികളുണ്ട്. വെൽഫെയർ, ഇതും ഏതാ? ഇതും കാഡിലാക്കിൻ്റെ. ഇത് ഏതാന്നൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ബെൽഫെയർ ആണോ വേറെ വല്ല വണ്ടിയാണോ എന്ന് എനിക്കറിയാം. കാഡിലാക്കാണ് സാധനം. വന്നു മുതല അവിടെ വരണം. RX2. അതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. അപ്പം അറിയാം അതിൻ്റെ സൗണ്ട്. റോട്ടറി എഞ്ചിനാണ്, ഞാൻ പറഞ്ഞില്ലേ, റോട്ടറി എഞ്ചിനാണ്. നമ്മൾ ബൈക്ക് പോകുന്നുണ്ട്. ബൈക്കിന് നല്ല ഒച്ചയുണ്ടാവും. കെമേറോ ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള കെമറ ആണ്. RX2ൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നിട്ടൊന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചപ്പിക്കും അങ്ങ് ഒരു വണ്ടി എടുത്ത് പോയി. ചോന് കിട്ടിയില്ല. വന്നു നമ്മുടെ മോഡല് കൊറോള, ടൊയോട്ട കൊറോള എഞ്ചിൻ സ്വാപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സാധനമാണ്. മസ്ഡയുടെ എഞ്ചിനാണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ട. ഭയങ്കര ഒരു പ്രത്യേക സൗണ്ടാണത്. ഇൻസ്റ്റൻ്റ് ആണ് ആക്സലറേഷനൊക്കെ വണ്ടി. എഞ്ചിൻ ഭയങ്കര കംപ്ലൈൻ്റ് ഉള്ള എഞ്ചിനാണ്, റോട്ടറി എഞ്ചിൻ. പക്ഷേ ആൾക്കാർ ഇപ്പോഴത് കൊണ്ടുനടക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ്, പ്യുവർ പെർഫോമൻസ്.
അപ്പോൾ പോണ വണ്ടി ഡോഡ്ജിൻ്റെ ഒരു വണ്ടിയാണ്, ഡോഡ്ജ് കൊറോണറ്റ്. അതിൻ്റെ ഇടയിൽ ഇവിടെ സൈഡിലൊരു മിനി കൂപ്പർ എടുക്കുന്നുണ്ടാകും. ഈ വണ്ടി കാണാൻ നല്ല, കാരണം ഫോഗ് ലാംപ്സ് 4 വെച്ചിട്ടുള്ളത്, അപ്പോൾ ഭീകര ലുക്ക് വണ്ടി. അത് പോണ് നമ്മളെ RX2 റോട്ടറി എഞ്ചിൻ. അതിൻ്റെ സൗണ്ടാണ് ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെ RX3 വാഗൺ. എന്താ സൗണ്ട്, ഒരു രക്ഷയില്ലാത്ത സൗണ്ട്. അത് കേട്ടറിയണം, കേട്ട് കഴിഞ്ഞാൽ അറിയേണ്ട സൗണ്ട്. അതല്ല, റോട്ടറി എഞ്ചിൻ ഭയങ്കര സ്പെഷ്യലാണ്. വരുന്ന അടുത്ത റോട്ടറി എഞ്ചിൻ. ഈ സൈഡിൽ ഒരു ഫയർ ബേർഡ് അവർ മാറ്റിയിട്ടുണ്ട്, ട്രാൻസാം ഫയർ ബേർഡ്. ക്ലാസ് വണ്ടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് വണ്ടിയാണ്. അതിൻ്റെ കളർ കണ്ടില്ല, ബ്ലാക്കും ഗോൾഡനും അടിച്ചിട്ടുള്ളത്. ട്രാൻസാം ഒരു മുട്ട ഉണ്ടാവും എൻ്റെ അടുത്ത്. ഇതിൻ്റെ അപ്പുറത്തൊരു ട്രക്ക് കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഈ ട്രക്ക് ഈ വണ്ടി ഇനിയിപ്പോൾ കൊണ്ടുപോകാനാണോ അതോ കൊണ്ടുപോകാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിലത്തെ ആർട്ട് വർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളെ ഷോ ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. നമ്മളെ കാറ് നേരെ ഓപ്പോസിറ്റാണ് ഇട്ടിട്ടുള്ളത്, അങ്ങോട്ട് നടക്കുക. അപ്പോഴേക്കും ഷോ കഴിഞ്ഞിട്ട് ഈ ഏരിയ ഒക്കെ കാലിയായി തുടങ്ങി. ആ കയറ്റവും കഴിഞ്ഞിട്ട് ആ കുന്നിൻ്റെ സൈഡിലാണ് നമ്മളെ കാറുകൾ. അവിടേക്ക് പോവാണ്. വരുമ്പോൾ ഇവിടെ എന്താണെന്ന് തിരക്ക്, നിറച്ച് കാറുകളും. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് ഇവിടെ ചെറിയൊരു വാർ മെമ്മോറിയൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ബോർഡാണ് കാണിക്കുന്നത്. ഉണ്ണി അവിടേക്ക് കയറിയിട്ട് അവിടെ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. ടയർഡായി, എനിക്ക് അപ്പോൾ ഈ പരിപാടിക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഹൊവിക്ക് വില്ലേജ് ഹോപ്പ്. ഇത് ഭയങ്കര പോപ്പുലർ ഇവൻ്റാണ് ഇവിടെ ഈസ്റ്റ് ഓക്ലൻഡിൽ. പരിപാടി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ബീച്ചുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഒരു ഡ്രൈവ് പോകാമെന്ന്. പോണ വഴിയിൽ ഒരു ചെറി ബ്ലോസം ആയിട്ടുള്ള ട്രീ കണ്ടു, ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ഇപ്പോൾ ചെറി ബ്ലോസം ആവണ സീസണാണേ, കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഈസ്റ്റ് ഓക്ലൻഡിലേക്ക് ഞാൻ അധികം വന്നിട്ടില്ല, പക്ഷെ കാണാൻ നല്ല സ്ഥലം. എല്ലാം നല്ല സ്ഥലങ്ങൾ തന്നെ, എടുത്തു പറയാനുള്ള സ്ഥലങ്ങളാണ് കാണാൻ. വേറൊരു സ്പോട്ടിൽ നോക്കിയപ്പോൾ നോക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റാണ് കണ്ടത്. എന്നാൽ അങ്ങ് അകലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആ റഗ്ബിയുടെ ഗ്രൗണ്ടാണ്, അതിൽ ക്രിക്കറ്റാണ് കളിക്കണത്. ഇതിവിടെ ബക്ലൻസ് ബീച്ച് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. അവിടെ ഇങ്ങനെ കുറേ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബീച്ചിനോട് സൈഡിലുള്ള വീടുകളാണ് ഈ അടുത്ത സൈഡിൽ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ വേറെ കുറച്ചും കൂടി ഡ്രൈവ് ചെയ്തപ്പോൾ ബക്ലൻസ് ബീച്ചിൻ്റെ തന്നെ വേറെ സൈഡ് ഇവിടെ വന്ന് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ഉണ്ണിക്ക് കുറച്ചു നേരം കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പ് ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കുകയാണ്.
അവിടെ ഒരു റെഡ് ഫെറി പോകുന്നുണ്ട്. ആ ഫെറിയിൽ വണ്ടികൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എങ്ങോട്ടാന്ന് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ലോ ടൈഡാണ്. വെള്ളം കടലിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളം അങ്ങോട്ട് പോയിട്ടുള്ളത്. ഒരു മോർണിംഗ് ആഫ്റ്റർനൂൺ ടൈമൊക്കെ വരികയാണെങ്കിൽ അവിടെ ഫുള്ള് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഒന്നും കൂടി സൈറ്റ് ആവും കാണാൻ. ഈവനിങ് ടൈം ആയതുകൊണ്ട് ആൾക്കാർ ഇവിടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ആ പാർക്കിലാണ് നമ്മൾ ഉണ്ണി കളിക്കണത്. അവനവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള കുറച്ച് വീടുകളാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ കൂട്ടുകാരെ, ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ തുടർന്ന് നിങ്ങൾ ചാനൽ കാണണം. ഇതുപോലത്തെ പല പല വെറൈറ്റി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സൈറ്റ് സീയിങ് മാത്രമല്ല, പല ഇവൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഓക്ലൻഡിൽ. അപ്പോൾ പല ഇതിനും ഞാൻ പോകും. ചിലപ്പോൾ ഓട്ടോമൊബൈലായിരിക്കാം, ബൈക്കായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, പല പല ഇവൻറ്റ്സ്. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് വല്ലവരും ഇതുപോലെ കാറിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കേട്ടോ. നമുക്ക് വേറൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. ശരി കൂട്ടുകാരെ, ഓക്കെ.